കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം ഒരുപാട് ശ്വാസകോശ രോഗങ്ങൾ നമ്മുടെ ഇടയിൽ കൂടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കോവിഡ് 2020, 2021, 2022 കാലഘട്ടങ്ങളിൽ ഉണ്ടായെങ്കിലും ഇപ്പോഴും നമ്മുടെ ഇടയിൽ കോവിഡ് എന്ന രോഗം നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇപ്പോഴും ആൻറ്റിജൻ പോസിറ്റീവ് ആയിട്ടുള്ള രോഗികൾ കാണാറുണ്ട്. എന്നാൽ നേരത്തെ നമ്മുടെ ആ തുടക്കം കാലത്തിൽ ഉണ്ടായിരുന്നത് പോലത്തെ ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോൾ ആ രോഗികളിൽ കാണാറില്ല. കൂടുതലായും വാക്സിനേഷൻ്റെ ഉപയോഗവും നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് കൊണ്ടായിരിക്കാം നമുക്കിപ്പോൾ കോവിഡ് വലിയൊരു ഭീതി നമ്മുടെ ഇടയിൽ ഉളവാക്കാത്തത്. എന്നാൽ കോവിഡ് വന്ന ആളുകളിൽ ഇപ്പോൾ ഒരുപാട് ശ്വാസകോശ രോഗങ്ങൾ കാണാറുണ്ട്. നമ്മൾ പലരും തന്നെ നമുക്കറിയാം, നേരത്തെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ അസുഖങ്ങൾ വരുന്നത് വർഷത്തിൽ 1-2 തവണയാണെങ്കിൽ ഇപ്പോൾ പലരിലും എല്ലാ മാസവും ജലദോഷവും കഫക്കെട്ടും നമ്മൾ ഒരുപാടായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കോവിഡിന് ശേഷം ഒരുപാട് രോഗികൾക്ക് ആസ്മയും അലർജിയും കൂടുന്നതായിട്ട് കാണാറുണ്ട്. നേരത്തെ പലരും ചെറിയ തോതിലുള്ള അലർജി അല്ലെങ്കിൽ ചെറിയ പൊടിയടിക്കുമ്പോഴുള്ള തുമ്മലേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഇന്ന് നമുക്ക് പലർക്കും ആസ്മയും അലർജിയും കൂടുതലായിട്ട് കാണാറുണ്ട്. കോവിഡിന് ശേഷം ഉറപ്പായിട്ടും ഈ ഒരു അലർജി ആസ്മയിൽ തോതിൽ ഒരു വൻ വർധനവ് ഉണ്ടായെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു രോഗിക്ക് ആസ്മ അലർജി ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ മാസവും ചിലപ്പോൾ ഇൻഫെക്ഷനും വീസിങ്ങും രാത്രികാലങ്ങളിലെ ചുമയും ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ടെസ്റ്റുകളിൽ ഒന്ന് നമ്മുടെ ലങ്സിൻ്റെ ഫങ്ഷൻ നോക്കുന്ന PFT ടെസ്റ്റാണ്. അതോടൊപ്പം തന്നെ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കാവുന്നതാണ്. PFT ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു രോഗിക്ക് ആസ്മയുണ്ടോ എന്ന് നിർണ്ണയിക്കുവാൻ സാധിക്കും. അങ്ങനെ ആസ്മ എന്ന രോഗമുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമുക്ക് എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് അതിനെ പറ്റുന്ന പറയുന്നത് ട്രിഗേഴ്സ് എന്നാണ്. അതായത് എന്താണ് നമ്മുടെ ശ്വാസകോശത്തെ ട്രിഗർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക എന്നതാണ്. അതിപ്പോൾ ചിലപ്പോൾ പൊടിയായിരിക്കാം, ചിലപ്പോൾ തണുപ്പായിരിക്കാം, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സെൻറ്റോ അല്ലെങ്കിൽ പെർഫ്യൂമോ എന്തെങ്കിലും നമ്മുടെ ജോലി സംബന്ധമായ ചിലപ്പോൾ പൊടിയടിക്കുന്നതോ എന്തെങ്കിലും ആയിരിക്കാം. അതെന്താണെന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം, അത് അവോയ്ഡ് ചെയ്യുക. ഒപ്പം ലങ്സിൻ്റെ ഫങ്ഷൻ കുറവാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം ഇൻഹീലർ മരുന്നും എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് ആസ്മ എന്ന രോഗമുണ്ടെങ്കിൽ, അലർജി തുമ്മലാണ് വരുന്നതെങ്കിൽ നമ്മൾ നേസൽ സ്പ്രേ പോലെ മൂക്കിൽ സ്പ്രേ മരുന്ന് അടിക്കുന്നതായിരിക്കും ഉചിതം. കോവിഡിന് ശേഷം ഒരുപാട് ക്ഷയരോഗങ്ങളും നമ്മുടെ ഇടയിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. നമുക്കറിയാം, ഇന്ത്യ നമുക്ക് ക്ഷയരോഗത്തിൽ മുന്നമേ നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ക്ഷയരോഗികളുടെ എണ്ണത്തിൽ വളരെയധികം വർധനവ് കാണാറുണ്ട്. പണ്ട് നമ്മുടെ പൾമണറി TB, ശ്വാസകോശ TB ആണ് ഏറ്റവും കൂടുതൽ മുൻപേർ നിന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് എക്സ്ട്രാ പൾമണറി TBയും അതുപോലെ തന്നെ നമ്മൾ കാണാറുണ്ട്. അപ്പം നമുക്ക് ശ്വാസകോശ TB വന്നാൽ നമുക്കറിയാം, പലർക്കും നമ്മളുടെ ഇടയിൽ നല്ല അവബോധമുള്ള രോഗമാണ് ക്ഷയരോഗം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അത് നിർമ്മാർജ്ജനം ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നതുമാണ്. അപ്പം 2 ആഴ്ചയ്ക്ക് മുകളിലുള്ള പനി, ചുമ, വെയ്റ്റ് ലോസ്, അല്ലെങ്കിൽ നമുക്ക് രാത്രികാലങ്ങളിൽ നൈറ്റ് സ്വെറ്റ്സ് എന്ന് പറയും, നമ്മൾ രാത്രികാലങ്ങളിൽ വേർക്കുക, അതുപോലെ നമ്മുടെ വിശപ്പില്ലായ്മ, നമ്മുടെ വെയിറ്റ് കുറയുന്ന അവസ്ഥ, കഫത്തിൽ രക്തത്തിൻ്റെ അംശം കാണുക, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ക്ഷയരോഗത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് കഫം ടെസ്റ്റ് ചെയ്യുക എന്നതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. അത് എല്ലാ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും എല്ലാം തന്നെ ലഭ്യമാണ്. ഒപ്പം നമ്മൾ എക്സ്റേ എടുത്ത് നോക്കേണ്ടതും ആവശ്യമാണ്. ഇപ്പോൾ ക്ഷയരോഗം നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് 6 മാസത്തെ ഗുളിക സർക്കാരിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അത് നമ്മുടെ സർക്കാരിൻ്റെ ഒരു പോളിസി തന്നെയാണ് ആ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ഷയരോഗത്തിൻ്റെ ഗുളിക സർക്കാരിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. അതിൻ്റെ ഫോളോ അപ്പും അവിടെ ചെയ്യാവുന്നതാണ്. മൂന്നാമതായി നമ്മുടെ ഇടയിൽ കാണുന്നതാണ് ഇൻഫെക്ഷൻസിൻ്റെ റേറ്റ്. ഇപ്പോൾ നമുക്ക് H1N1 ഇൻഫെക്ഷനൊക്കെ ഒരുപാട് കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ H1N1 പോലെ അതല്ലെങ്കിൽ ന്യൂമോണിയാസ് പോലെയുള്ള ഇൻഫെക്ഷൻസിൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന ന്യൂമോണിയൊക്കെ ഇപ്പോൾ ഒരുപാട് കൂടുതലായി കാണാറുണ്ട്. അതെല്ലാം തന്നെ കോവിഡ് വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു അളവും കൂടെ കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത്, നമുക്ക് H1N1 ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വാക്സിനേഷൻ അവൈലബിൾ ആണ്. ഫ്ലൂ വാക്സിനേഷൻ എന്നാണ് അതിൻ്റെ പേര്.
അത് എല്ലാ വർഷവും എടുക്കേണ്ട വാക്സിനേഷനാണ്, അത് എടുക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ന്യൂമോണിയ വരാതിരിക്കാനായിട്ട് നമുക്ക് ന്യൂമോകോക്കൽ വാക്സിനും അവൈലബിൾ ആണ്. അത് രോഗിയുടെ പ്രായവും അദ്ദേഹത്തിൻ്റെ കോമോർബിഡിറ്റീസ്, അതായത് വേറെ രോഗങ്ങൾ, ഇപ്പോൾ ഷുഗർ, പ്രഷർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് വാക്സിനേഷനാണ് എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം പലർക്കും ഇപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ഈ ഫ്ലൂ വാക്സിനേഷനൊക്കെ ഒരുപാട് പേര് എടുക്കാറുണ്ട്. അപ്പോൾ ഫ്ലൂ വാക്സിനേഷനും ന്യൂമോണിയ വാക്സിനേഷനും ഒരുപോലെ എഫക്റ്റീവാണ്. നമ്മുടെ അസുഖങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ഒരു പരിധി വരെ അത് സഹായിക്കുന്നതുമാണ്. അപ്പോൾ നമ്മൾ കോവിഡ് വന്നതിന് ശേഷം ഈ രോഗങ്ങളാണ്, ഞാൻ 3 കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞതെങ്കിലും ഒരുപാട് ചെറിയ ചെറിയ രോഗങ്ങളും കോവിഡിന് ശേഷം നമുക്ക് വരാറുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷമുള്ള ഈ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങളെ പറ്റിയും നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പം കൂടുതലും നമുക്ക് ഇൻഫെക്ഷൻസ് ആണ് നമ്മൾ കൂടുതൽ കാണുന്നത്. അപ്പം നമ്മൾ പഴയതുപോലെ നമ്മൾ വെളിയിലിറങ്ങുമ്പോൾ നമ്മൾ മാസ്ക് ധരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുക, ഇൻഫെക്ഷൻ വരാത്ത പ്രിക്കോഷൻസ് എടുക്കുക, ഒപ്പം വാക്സിനേഷൻസ് എടുത്താൽ ഒരു പരിധി വരെ നമുക്ക് അസുഖത്തെ ചെറുക്കാൻ സാധിക്കും. പക്ഷേ പിന്നെ വേറൊരു പ്രശ്നം നമ്മളിപ്പോൾ കാണുന്നത് ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ. അതായത് ഇപ്പം കേരളത്തിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കിട്ടത്തില്ല, നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിക്കാൻ ഒക്കത്തില്ല ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ. എന്നാലും അതല്ലാതെ തന്നെ പല മരുന്നുകളും, ഇപ്പോൾ സെട്രസിൻ പോലത്തെ മരുന്നുകൾ അല്ലെങ്കിൽ പല മരുന്നുകളും ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. ദയവായി അങ്ങനത്തെ മരുന്നുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് പല രോഗങ്ങൾക്കും പല സിംറ്റംസ് ആണ്. അപ്പോൾ സിംറ്റംസ് ചിലപ്പോൾ ഒന്നായിരിക്കാം, പക്ഷേ രോഗങ്ങൾ വ്യത്യസ്തമായിരിക്കാം. അപ്പം നമ്മൾ ഈ മരുന്നുകളൊക്കെ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡോക്ടറിനെ കാണേണ്ടതും അത് എന്ത് രോഗമാണെന്ന് അനുസരിച്ച് മരുന്ന് കഴിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്.